നമസ്കാരം. നമുക്ക് ഇന്നൊരു ശിവക്ഷേത്രം കണ്ടാലോ? ആ ക്ഷേത്രത്തെ പറ്റിയുള്ള ഐതിഹ്യം അറിയുമ്പോൾ നിങ്ങളൊരു പക്ഷേ അത്ഭുതപ്പെട്ടു പോയേക്കാം. ചരിത്രകാരന്മാർ പോലും പഴക്കം നിർണ്ണയിക്കാൻ പറ്റാതെ പിന്മാറിയ ക്ഷേത്രമാണിത്. നമ്മുടെ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൻ്റെ പഴക്കം 7000 വർഷത്തിന് മുകളിലാണെന്ന് പറഞ്ഞു വരുന്നു. നൂറ്റാണ്ടുകളായി ഈ ക്ഷേത്രത്തെപ്പറ്റി വായ്മൊഴിയിലൂടെയുള്ള അറിവ് മാത്രമേ ഉള്ളൂ. പരശുരാമനും പഞ്ചപാണ്ഡവരും ശ്രീകൃഷ്ണ ഭഗവാനും ഒക്കെ ഇവയെ പൂജ നടത്തിയിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. തികഞ്ഞ ശിവഭക്തനായിരുന്ന സാക്ഷാൽ രാക്ഷസ രാജാവ് രാവണൻ കൈലാസത്തു നിന്നും കൊണ്ടുവന്ന സാലഗ്രാമിലുള്ള ഈ ശിവലിംഗം സമുദ്രത്തിൽ ക്ഷേത്രം പണിത് അവിടെ പ്രതിഷ്ഠിച്ചു എന്നും കാലാന്തരത്തിൽ കടലിറങ്ങി കരയിലാണെന്നും വിശ്വാസികൾ പറയുന്നു. ഐതിഹ്യങ്ങൾ എന്തുതന്നെയായാലും ശരി, ഇവിടുത്തെ വിഗ്രഹം സാലഗ്രാം തന്നെയാണ്. ഉഗ്രമൂർത്തിയായ ഭഗവാന്റെ തിരുനടയിൽ നേർക്കുനേർ നിന്ന് ആരും തൊഴാറില്ല. ആ പുണ്യഭൂമിയിൽ കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വൈബ്രേഷൻ അനുഭവിച്ചറിയുക തന്നെ വേണം. ഇന്ന് ജീവിച്ചിരിക്കുന്ന പഴമക്കാർ പറയുന്നത്, പണ്ട് കാലത്ത് വിളക്ക് കൊളുത്താൻ വന്നാൽ ശ്രീകോവിലേക്ക് നോക്കുക പോലും ചെയ്യാതെ തിരിഞ്ഞോടുമായിരുന്നത്രേ. അത്ര ഉഗ്രമൂർത്തിയായ ഭഗവാന്റെ മുന്നിൽ ആരും നിൽക്കാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. ഇന്നും ആരും തന്നെ ആവശ്യമില്ലാതെ അവിടെ പ്രവേശിക്കാറില്ല. ഭക്തർ വന്ന് തൊഴുതു പ്രാർത്ഥിച്ചു പോകുന്നതല്ലാതെ അവിടെ കാണിക്കയോ വിളക്കോ കർപ്പൂരമോ ഒന്നും തന്നെ കത്തിക്കാറില്ല. പൂർണ്ണമായും അമ്മക്കല്ലിൽ തീർത്ത ക്ഷേത്രമാണിത്. ഇതിൻ്റെ മേൽക്കൂരയും അമ്മക്കല്ല് തന്നെയാണ്. എന്നും വിളക്ക് കൊളുത്താറുണ്ടെങ്കിലും മഹാശിവരാത്രിക്ക് മാത്രമേ പൂജകളും മറ്റു കാര്യങ്ങളും നടത്താറുള്ളൂ. കേന്ദ്ര സർക്കാരിൻ്റെ തപാൽ വകുപ്പിലും സാലഗ്രാം എന്നാണ് ആ ഗ്രാമം അറിയപ്പെടുന്നത്. പണ്ട് സാലഗ്രാം പോസ്റ്റ് ഓഫീസ് ഇവിടെ പ്രവർത്തിച്ചിരുന്നു. ചങ്ങനാശ്ശേരിയിൽ നിന്ന് പാലത്ര ബൈപ്പാസ് ജംഗ്ഷനിലെത്തി അന്വേഷിച്ചാൽ സാലഗ്രാം അമ്പലത്തെപ്പറ്റി അറിയാൻ സാധിക്കും. ഏത് സമയത്തും വ്രതശുദ്ധിയോടെ അവിടെ പ്രവേശിക്കാം. ആരുടെ മുന്നിലേക്കാണ് വരുന്നതെന്ന ഓർമ്മ നന്നായി ഉണ്ടായിരിക്കണമെന്ന് മാത്രം. ഭഗവാന്റെ ഈ ശ്രീകോവിൽ നിങ്ങൾ കണ്ടല്ലോ. അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന നന്ദിയെയും കണ്ടല്ലോ. ഈ ഭഗവാന്റെ ഉഗ്രകോപിയായ ഭഗവാന്റെ കോപം ശമിപ്പിക്കാനായി ഒരു വനദുർഗയെയും ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കാണുക. നന്ദി, നമസ്കാരം.